എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ മാമനെ കാണിക്കുന്നു. മാമൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ ഹിഡൻ റെയിൻ വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ആ അക്കാസ്കി ലീഡർക്ക് ഇപ്പൊ ആരോ ഒരാള് അവരുടെ ഗ്രാമത്തിലേക്ക് വന്നു എന്ന് മനസ്സിലാവും. അവനിപ്പോ അവന്റെ കൂടെയുള്ള പെണ്ണിനോട് പറയും, ഗ്രാമത്തിലേക്ക് ഇപ്പൊ ആരോ വന്നിട്ടുണ്ട്, വലിയൊരു ചക്ര പവർ തന്നെ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആക്ച്വലി ഈ രണ്ടു പേരെയുമാണ് നമ്മുടെ മാമൻ ചെറുപ്പത്തിൽ ട്രെയിനിങ് കൊടുത്തത്. കട്ട് ചെയ്താ ഇവിടെ മാമനാവട്ടെ ആള് ഗ്രാമത്തിലൂടെ അങ്ങനെ നടന്ന് മാമൻ ആവശ്യമുള്ള ഫുഡൊക്കെ ഇപ്പൊ വാങ്ങി കഴിക്കാൻ തുടങ്ങും. അപ്പൊ ആ ഗ്രാൻഡ്മ ചോദിക്കും, നിന്നെ ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നീ ആരാണ്, എന്തിനു വന്നു? അതിന് മാമൻ പറയും, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്, ഞാനൊരു എഴുത്തുകാരനാണ്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എഴുതാറുണ്ട്. മാമനിപ്പോ അമ്മച്ചിയുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് സൂപ്പർ ആയിട്ടുണ്ട്, എന്റെ കഥയില് ഈ ഫുഡിനെ കുറിച്ച് കൂടെ ഞാൻ എഴുതാം. അങ്ങനെ ആവുമ്പോ അമ്മച്ചിക്ക് ഒരുപാട് കച്ചവടം കിട്ടും. മാത്രമല്ല ഈ ഒരു ഗ്രാമം അതിപ്പോ ഒരുപാട് ശാന്തമായിരിക്കാണ്. അതിന് അമ്മൂമ്മ പറയും, അതിന് താങ്ക്സ് പറയേണ്ടത് ലോർഡ് പെയിനിനാണ്, അവനാണ് ഇവിടെ സമാധാനം അത് തിരികെ കൊണ്ടുവന്നത്. ആക്ച്വലി ഈ പെയിനാണ് അക്കാസ്കി ടീമിന്റെ ലീഡർ. മാമനാവട്ടെ ഇപ്പൊ അമ്മൂമ്മയോട് സംസാരിച്ച് അടുത്ത കടയിലേക്ക് വരും. ആ ഒരു കടയിൽ എത്തുമ്പോ തന്നെ ഒരു ഏഞ്ചലിന്റെ രൂപം അവിടെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണും. അത് കണ്ട് മാമൻ ഇതെന്താണെന്ന് ആ സ്റ്റോർ കീപ്പറിനോട് ചോദിക്കും. അതിനാ ചുന്ദരിപ്പെണ്ണ് പറയും, അത് ലേഡി ഏഞ്ചലാണ്, അത് കെട്ടിത്തൂക്കി ഇടുകയാണെങ്കിൽ ഒരുപാട് ഐശ്വര്യവും സമാധാനവും ഉണ്ടാവും. അപ്പൊ മാമനാവട്ടെ ഇപ്പൊ അതൊക്കെ കേട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങള് കൂലം കക്ഷമായിട്ട് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്ന് ഇപ്പോ മാമൻ നടന്ന് ഒരു ലിക്കർ ഷോപ്പിലെത്തും. അങ്ങനെ പതിവ് പരിപാടിയായിട്ടുള്ള വെള്ളോടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു സർവീസ് ഗേളിനോട് ഇപ്പൊ പഞ്ചാര അടിച്ചിരിക്കുകയാണ്. അപ്പൊ അവള് ഇപ്പൊ മാമനോട് ചോദിക്കും, നിങ്ങളെ ഇതിനു മുൻപ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ശരിക്കും എവിടുത്തുകാരനാണ്, എന്തിനാണ് ഇപ്പൊ ഇവിടേക്ക് വന്നത്? അതിന് മാമൻ പറയും, ഞാൻ മറ്റൊരു വില്ലേജിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്, എന്റെ കയ്യില് ഇപ്പൊ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് വിൽക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മാമൻ നൈസായിട്ട് നിനക്ക് ഹാൽസ് ഓഫ് ദ സാനോമീറ്ററിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ ചോദിക്കുമ്പോഴേക്കും അവള് മാമന്റെ വാ പൊത്തും, ആ പേര് ഇവിടെ പറയാൻ പാടില്ല, ആ പേര് പോലും ഞങ്ങളുടെ നാട്ടില് പ്രൊഹിബിറ്റഡ് ആണ്. അതിന് മാമൻ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തു പറ്റി? അവള് പറയും, നിങ്ങൾ ആ ഹാൻഡ്സോട് ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ളവര് നിങ്ങളെ കൊന്നുകളയും. പുതിയ ഹൊക്കാകെ ലോർഡ് പെയിന് അവന്റെ പേര് പറയുന്നത് പോലും ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ എനിക്ക് എന്റെ ഹസ്ബൻഡാണ് പറഞ്ഞു തന്നത്. അത് കേട്ട് ഷോക്കായിട്ട് ഇപ്പൊ മാമൻ ചോദിക്കും, അപ്പൊ നീ കല്യാണം കഴിച്ചതാണോ? അതിനവള് തലയാട്ടും. അവള് പറയും, ലോർഡ് പെയിനാണ് ഞങ്ങളുടെ ഗ്രാമത്തില് ഇപ്പൊ മഴ പോലും ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഗ്രാമത്തിൽ എന്ത് നടന്നാലും അതപ്പ തന്നെ ലോഡ് കറക്റ്റ് ആയിട്ട് അറിയും. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ അവൾക്ക് ഒരു മെസ്സേജ് വരും. അതിന് അവള് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് വീട് വരെ പോകണമെന്ന് പറഞ്ഞ് അവളാവട്ടെ ആ ഒരു ലെറ്റർ അത് കീറിക്കളഞ്ഞ് മുൻപോട്ട് നടക്കും. അത് ആക്ച്വലി അവളുടെ ഹസ്ബൻഡ് എഴുതിയതാണ്. കട്ട് ചെയ്താ ഇവിടെ പെയിൻ അവനവന്റെ കൂടെയുള്ള ആ ഒരു പെണ്ണിനോട് പറയും, ഞാൻ എന്റെ റെയിൻ ജിപ്സു അത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്, അത് കഴിഞ്ഞാൽ ഉടൻ നീ നിന്റെ പേപ്പർ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമത്തിൽ ആരാണ് ഇപ്പൊ പുതുതായിട്ട് വന്നത് എന്ന് കണ്ടുപിടിക്കണം. കട്ട് ചെയ്താ ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഹോട്ടലിൽ കണ്ട ആ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡ് അവനും അവന്റെ ഫ്രണ്ടും കൂടെ ഇപ്പൊ നടന്നു വരും. അപ്പൊ അവരുടെ തൊട്ട് മുൻപിലായിട്ട് ഇപ്പൊ പുതിയൊരു ലിക്കർ ഷോപ്പ് കാണും. ആക്ച്വലി ആ ഷോപ്പ് അത് നമ്മുടെ മാമൻ ക്രിയേറ്റ് ചെയ്തതാണ്. അവര് രണ്ടുപേരും ഇപ്പൊ ഷോപ്പിലേക്ക് വന്ന് ഹായായിട്ട് ഡ്രിങ്ക്സ് കുടിക്കാൻ തുടങ്ങും. അവരിപ്പോ പരസ്പരം പെയിനെ കുറിച്ച് സംസാരിക്കാനേ തുടങ്ങും. അതിലൊരുത്തൻ പറയും, ലോർഡ് പെയിൻ ആൾ അത്യാവശ്യമായിട്ട് ഇപ്പൊ ഗ്രാമത്തിന് പുറത്തേക്ക് പോവാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് മഴ നിന്നത്. അവരങ്ങനെ കാര്യമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഇപ്പൊ മാമൻ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ലിക്കർ ആണ് ആവശ്യം? മാമൻ പറയും, ഇന്നെന്റെ ഷോപ്പിന്റെ ഗ്രാൻഡ് ഇനാഗുറേഷൻ ആണ്, അതുകൊണ്ട് ലിക്കറൊക്കെ ഫ്രീ ആണെന്ന് പറയുമ്പോ അത് കേട്ട് അവർ രണ്ടുപേരും ഹാപ്പി ആവും. പക്ഷേ മാമൻ ആളുടനെ അവര് രണ്ടുപേരെയും ഇപ്പൊ ലോക്ക് ചെയ്യും. അവര് ഷോക്കായിട്ട്, നീ ആരാ, നിനക്ക് എന്താ വേണ്ടെന്ന് ഇപ്പൊ മാമനോട് ചോദിക്കും. അവരുടനെ ഇപ്പൊ ഒരു സ്മോക്ക് ബോംബ് ഉപയോഗിച്ച് ആ ഷോപ്പ് തകർക്കാൻ ശ്രമിക്കും. പക്ഷെ മാമൻ ആള് പുലിയാണ്. മാമൻ ആളുടെ തവളയുടെ ഉള്ളിലാണ് ആ ഒരു ഷോപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു തവള അതിന്റെ ഷേപ്പ് ചെറുതാക്കി ഇപ്പൊ വെള്ളത്തിലേക്ക് ചാടി അവിടുന്ന് രക്ഷപ്പെടും. കട്ട് ചെയ്താ ഇവിടെ പെയിന്റെ കൂടെയുള്ള ആ ഒരു പെണ്ണാവട്ടെ അവൾ ഒരുപാട് പേപ്പർ ഉപയോഗിച്ച് ഗ്രാമത്തിൽ ഇപ്പൊ ആരാണ് പുതുതായിട്ട് എത്തിയത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ മാമൻ അവരോട് രണ്ടുപേരോടും ചോദിക്കും, നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോ തന്നെ അറിയാം നിങ്ങൾ രണ്ടുപേരും റോക്ക് നിഞ്ചാസ് ആണെന്ന്. എനിക്ക് നിങ്ങളുടെ ലോർഡ് പെയിനെ കുറിച്ചാണ് ഇപ്പൊ കൂടുതലായിട്ട് അറിയേണ്ടത്. പക്ഷെ അവര് രണ്ടുപേരും ഇപ്പൊ ഒന്നും മിണ്ടില്ല. അതിന് മാമൻ പറയും, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും
ഞാൻ ചിരിപ്പിച്ചു കൊല്ലുമെന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ഇപ്പൊ ചിരിപ്പിക്കാൻ തുടങ്ങും. അവര് ചിരിച്ച് ചിരിച്ച് ഇപ്പൊ കരയാൻ തുടങ്ങും. മാമൻ പറയും, സത്യം പറയും, നിങ്ങളുടെ ലോഡിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും എനിക്ക് പറഞ്ഞതാ. അപ്പൊ അതിലൊരുത്തൻ അവൻ പറയും, ഞങ്ങളെ കൊന്നാലും ഞങ്ങളുടെ ലോഡിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും നിനക്ക് പറഞ്ഞു തരില്ല. അതിന് മാമന് കലി കയറി ഇപ്പൊ അവനോട് പറയും, നീ മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല എങ്കിൽ നിന്റെ ഫ്രണ്ടിനെ നിന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാനൊരു തവളയാക്കുമെന്ന് ഇപ്പൊ മാമൻ പറയും. പക്ഷെ അവനൊരു കൂസല് പോലും ഇല്ലാതെ അവൻ അങ്ങനെ നിൽക്കും. മാമന് വേറെ വഴിയില്ലാതെ മാമനാവട്ടെ ആളുടെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവനെ ഒരു തവളയാക്കി മാറ്റും. അത് കണ്ട് ഇപ്പൊ മറ്റവൻ ഷോക്കാവും. നീ അവനെ എന്താ ചെയ്തേ, അവനെ നോർമലാക്ക് എന്ന് പറഞ്ഞ് ഇപ്പൊ അലറാൻ തുടങ്ങും. അപ്പൊ മാമൻ പറയും, അടുത്തതായിട്ട് നിന്നെയാണ് ഞാൻ തവളയാക്കുക. അതിനവൻ പേടിച്ചു വരച്ച്, അയ്യോ വേണ്ട വേണ്ട, എനിക്കറിയാവുന്ന കാര്യങ്ങള് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ലോഡ് പെയിൻ ഉള്ളത് ഗ്രാമത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടെയിനിലാണ്. ഗ്രാമത്തിലുള്ള അധികം ആൾക്കാരൊന്നും അവനെ കണ്ടിട്ടില്ല. ഞാനും ആളെ നേരിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷെ ലോഡ് പെയിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും ബഹുമാനമൊക്കെയാണ്. ആൾക്ക് ദേഷ്യം വളരെ കൂടുതലാണ്. ആൾക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ച ഓൺ ദ സ്പോട്ടില് ലോഡാവട്ടെ അവനെ കൊന്ന് ഗ്രാമത്തിന് പുറത്തേക്ക് വലിച്ചെറിയും. മാത്രമല്ല ഗ്രാമത്തിലേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊണ്ടുവരുന്നത് ആ ഒരു ലേഡി ഏഞ്ചലാണ്. അതിന് മാമൻ ചോദിക്കും, നിങ്ങളാരും അവനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പിന്നെന്തിന് നിങ്ങൾ അവനെ പേടിക്കുന്നു, നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോന്ന് ഇപ്പൊ മാമൻ ചോദിക്കും. അതിനവൻ മറുപടി ഒന്നും പറയില്ല. അപ്പൊ മാമൻ ചോദിക്കും, അപ്പൊ പഴയ ഹിഡൻ ട്രെയിനിലെ ആ ഒരു നേതാവും ജനങ്ങളും അവരൊക്കെ എവിടെയും ചോദിക്കുമ്പോ അതിനവൻ പറയും, നിങ്ങൾ ഹിഡൻ ട്രെയിൻ വില്ലേജിലുള്ള ഒരാളല്ല, മറ്റേതോ വില്ലേജിലെ ഒരു നിഞ്ചയാണ്. അവൻ പറയും, പഴയ ഹിഡൻ ട്രെയിൻ വില്ലേജുകാര് അവര് ലോഡ് പെയിനെ കൊല്ലാനായിട്ട് ഗ്രാമത്തിലേക്ക് വന്നു. പക്ഷെ പെയിൻ അവൻ ഒറ്റയടിക്ക് അവരെ എല്ലാവരെയും കൊന്ന് ഞങ്ങളുടെ ഈ ഗ്രാമത്തിന്റെ തന്നെ പുതിയ ലോഡായി മാറി. അപ്പൊ മാമൻ ചോദിക്കും, ഓൾറെഡി ഈ ഒരു ഗ്രാമത്തില് സിവിൽ വാർ നടക്കുന്നുവെന്ന് ഞാൻ കേട്ടിരുന്നല്ലോ, പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതിനാവും പറയും, ഇവിടെ സിവിൽ വാർ നിന്നിട്ട് വർഷങ്ങളായി. ലോഡ് പെയിൻ തന്നെയാണ് ആ ഒരു സിവിൽ വാറും സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ മാമൻ ആൾ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അതിന് മാമൻ ചോദിക്കും, ഹാൻസോ അവൻ വളരെ പവർഫുൾ ആണ്, അവനെ എങ്ങനെ ഇത്ര എളുപ്പത്തില് നശിപ്പിക്കാൻ കഴിഞ്ഞു? അതിനവൻ പറയും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവൻ വളരെ പവർഫുൾ ആണ്. മാത്രമല്ല അവന് ചുറ്റും എപ്പോഴും 4 പേര് അവന്റെ കാവലിനുണ്ടാവും. ലോഡിനെ ആര് കാണാൻ വന്നാലും ഫുൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ആളെ കാണാൻ കഴിയൂ. അതിന് മാമൻ ചോദിക്കും, ഇങ്ങനെ ഒരാളെ പിന്നെ എങ്ങനെ ലോഡ് പെയിന് കൊല്ലാൻ കഴിഞ്ഞു? അതിനവൻ പറയും, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ലോഡ് പെയിന് ആളെ കൊന്നു കളഞ്ഞു. അപ്പൊ മാമനാവട്ടെ ഇപ്പൊ ഫ്ലാഷ് ബാക്കില് അവര് 3 പേരും ചേർന്ന് റെയിൻ വില്ലേജിലെ എക്സ് ലോഡുമായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യം ആലോചിക്കും. ഞങ്ങൾ 3 പേരും ചേർന്നിട്ട് പോലും അവന്റെ രോമത്തിൽ പോലും തൊടാൻ ഞങ്ങളെ കൊണ്ടായില്ല. പക്ഷെ ലോഡ് പെയിൻ അവൻ ഒറ്റയ്ക്ക് എങ്ങനെ അവനെ കൊന്നു കളഞ്ഞു? നമ്മുടെ മാമനാവട്ടെ ഇപ്പൊ ആകെ ടെൻഷനായിട്ട് അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ അവൻ പറയും, ആക്ച്വലി ആൻസോയെ അവൻ കൊന്നിട്ടില്ല, അവന്റെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരെയും കൊന്നു. പക്ഷെ ആൻസോയെ മാത്രം ലോഡ് പെയിൻ അവൻ കൊല്ലാതെ എവിടെയോ സൂക്ഷിച്ചിരിക്കുകയാണ്. ആർക്കും ആളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. മാത്രമല്ല ഗ്രാമത്തിലുള്ള എല്ലാവരും കരുതിയിരിക്കുന്നത് ഹാൻസോയെ പെയിൻ കൊന്നു കളഞ്ഞെന്നാണ്. അപ്പൊ മാമൻ ചോദിക്കും, പെയിന്റെ യഥാർത്ഥ ലക്ഷ്യം അതെന്താണെന്നറിയോ? അതുപോലെ തന്നെ നിനക്ക് അക്കാസ്കിയോ ഓർഗനൈസേഷനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അതിനവൻ ചോദിക്കും, അക്കാസ്കിയോ അതെന്താ സാധനം? അപ്പൊ മാമൻ വീണ്ടും പറയും, നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ നീ തവളയായിട്ട് ജീവിക്കേണ്ടി വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പെയിൻ നടന്നുപോയി ഏതോ ഒരു ബോക്സില് അങ്ങനെ കയറി കിടക്കുകയാണ്. അപ്പൊ മറ്റൊരു ബോക്സിൽ നിന്ന് ഇപ്പൊ ആരോ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു വരും. അവനങ്ങനെ പുറത്തേക്ക് ഇപ്പൊ സ്റ്റൈലായിട്ട് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.